കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഒരു പ്രിവിലേജ് ക്ലാസ് മാത്രമേ ഉള്ളൂ. CPM-ന് വേണ്ടി ഗുണ്ടാപ്പണി നടത്തുന്നവർ, അത് ജയിലിൽ പോയിരിക്കുന്നവരായാലും CP ചന്ദ്രശേഖരൻ്റെ വെട്ടിക്കൊന്നിട്ടും ഷുഹൈബിനെ വെട്ടിക്കൊന്നിട്ടും ശരത് ലാലിനെയും കൃപേഷിനെയും വെട്ടിക്കൊന്നിട്ട് ജയിലിൽ പോയവരായാലും അവർ പ്രിവിലേജ് ക്ലാസ്സാണ്. കാരണം CPM-ന് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്തവരാണ്, ക്രിമിനൽ സംഘം ചെയ്തവരാണ്. CPM-ന് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യുന്ന DYFI-കാരന് പ്രിവിലേജ് ക്ലാസ്സാണ്. അവർ പോലീസിനെ അടിച്ചാൽ കേസില്ല. പോലീസ് അവരെ അടിച്ചാൽ പോലും അവർ പോലീസിനെ അടിച്ചാൽ കേസ് പോലീസിനെതിരായിട്ടാണ്. ഇത് കേരളത്തിലെ ക്രമസമാധാന ലംഘനം കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ക്രിമിനലുകൾക്ക് വേണ്ടി വഴിമാറിക്കൊടുത്ത, സ്വന്തം ക്രിമിനലുകൾക്ക് വേണ്ടി വഴിമാറിക്കൊടുത്ത CPM-ന്റെ നയത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ പ്രതിഫലനമാണ് ഇന്നലെ സംഭവിച്ച യാഥാർത്ഥ്യമായിട്ട് കണ്ടതും സാധ്യം അത് തന്നെയാണ്. അതല്ലേ ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കൊള്ള മൂടി വെക്കാൻ വേണ്ടി നടത്തിയിട്ട് മറ്റൊരു സംഗമം നടത്തി. ആ സംഗമം മഹാകൊള്ളയായിട്ട് മാറി. ഒരു കൊള്ള മൂടി വെക്കാൻ ശബരിമലയിലെ അയ്യപ്പൻ്റെ ശ്രീകോവിലിന് മുമ്പിലുള്ള സ്വർണ്ണപ്പാളി കട്ട് കൊള്ളയായത് അത് മൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് അയ്യപ്പ സംഗമം നടത്തി ഞങ്ങൾ അയ്യപ്പൻ്റെ ആളാണ് എന്ന് വരുത്തിക്കാൻ വേണ്ടി സ്വാമി ശരണം സിന്ദാബാദ് വിളിച്ചത്, ഇതുവരെ വിളിക്കാത്തവർ. അപ്പോൾ അത് കൂടുതൽ കൊള്ളയായിട്ട് മാറി. അപ്പോൾ അതിൽ നിന്ന് തടി തപ്പാൻ വേണ്ടി ഓരോ ദിവസവും ദേവസ്വം ബോർഡിൻ്റെ കണക്ക്, സർക്കാരിൻ്റെ കണക്ക്, സർക്കാർ വേറെയാണ്, ദേവസ്വം ബോർഡ് വേറെയാണ്, എന്നാലും ഓരോ ദിവസവും തടി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഞാൻ ബേസിക്കലായി കഴിഞ്ഞ കുറേ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, വിശ്വാസമുള്ളവരെ ഏൽപ്പിക്കേണ്ട കാര്യമാണിതെല്ലാം. വിശ്വാസമില്ലാതെ അയ്യപ്പൻ്റെ ഭരണം ഏൽപ്പിച്ചാൽ അവരുടെ ലക്ഷ്യം സമ്പത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഒരു ഗതികേടാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ കോടതി നിരീക്ഷിക്കുന്നു തന്നെയാണ്. കോടതിയുടെ നിരീക്ഷണത്തിൽ ഞാൻ പൂർണ്ണ സ്വതന്ത്രത്തിലാണ്. ഹൈക്കോടതി അവരില്ലായിരുന്നെങ്കിൽ ഈ കേസ് ഉണ്ടാവുമായിരുന്നില്ലല്ലോ. നിങ്ങളെല്ലാം കോടതി നടപടി റിപ്പോർട്ട് ചെയ്യുന്ന പത്രപ്രവർത്തകർ ഹൈക്കോടതിയുടെ നിരീക്ഷണം കൊണ്ടാണ്. പക്ഷേ ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടും മോണിറ്ററിംഗ് ഉണ്ടായിട്ടും SIT-യെ കൺട്രോൾ ചെയ്യാൻ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ കോടതി അത് മനസ്സിലാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.